വിഷയക്കും സ്തുതിയായിരിക്കട്ടെ. സൺഡേ സ്കൂൾ മതബോധന വാർഷിക പരീക്ഷ 2024-25 7ാം ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. സഭാംഗങ്ങളുടെ ആധ്യാത്മിക വളർച്ചയ്ക്കുപരി ഐക്യത്തിനും അച്ചടക്കത്തിനും ഉപകരിക്കുന്നവയാണ് ഡാഷ് തിരുസഭയുടെ കൽപ്പനകൾ. സത്യം മറച്ചുവെച്ച് സംസാരിക്കുമ്പോൾ കേൾവിക്കാരൻ ഇല്ലെന്ന് പറയുന്നതും ഇല്ലാത്തവ ഉണ്ടെന്നും ഡാഷ് പ്രമാണത്തിൽ ലംഘനമാണ്. 8ാം പ്രമാണത്തിൽ ഡാഷ് എന്ന നാണയത്തിൻ്റെ 2 വശങ്ങളാണ് ദൈവസ്നേഹവും സഹോദര സ്നേഹവും. സ്നേഹം എന്ന നാണയത്തിൻ്റെ ലോകത്തിൽ ഒരാളെങ്കിലും ദരിദ്രനാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ താൻ കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അവസ്ഥ പരിഹരിക്കാൻ നമ്മെ സഹായിക്കുന്ന പുണ്യമാണ് ഔദാര്യം. ഡാഷാണ് കുടുംബ ബന്ധത്തിന് അടിത്തറയാകുന്നത്. നിസ്വാർത്ഥമായ സ്നേഹം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്തോസ്കാർക്കുള്ള 2 ലേഖനങ്ങൾ എഴുതിയത്? 3ാമത്തെ. ക്രിസ്തു ശിഷ്യരെ നയിക്കാനും പഠിപ്പിക്കാനും അധികാരവും ഈശോ ആർക്കാണ് നൽകിയത്? അപ്പോസ്തലന്മാർക്ക്. കാരുണ്യപ്രവർത്തികൾ എത്ര ഉണ്ട്? 14. ക്രൈസ്തവരായി നമ്മുടെ ദൗത്യം എന്ത്? സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. നമ്മുടെ രൂപത്തിൽ എത്ര ഫൊറോനകളുണ്ട്? 10 ഫൊറോനകൾ. കൊളോസസ് AD 58-നും 60-നും ഇടയ്ക്ക്. റോസറി മണികൾ കോർത്തുള്ള മാല. തിരുസഭയുടെ കൽപ്പനകൾ വിശുദ്ധ പൗലോസ്. ദ്രവ്യാഗ്രഹം ഔദാര്യം. ഓരോ ശരീരത്തിൻ്റെ അവയവങ്ങൾ വിശുദ്ധ പൗലോസ് ശ്ലീഹ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ. ഉപപാഠ പുസ്തകത്തിൽ നിന്നാണ്. സുവിശേഷത്തിന് അനുസൃതമായ ദാരിദ്ര്യം എന്നാൽ എന്ത്? ചാപ്റ്റർ 11 ആണ്, പേജ് നമ്പർ 62. ഈശോയുടെ സ്നേഹത്തിൻ്റെ 4 സവിശേഷതകൾ. ചാപ്റ്റർ 12, പേജ് നമ്പർ 68. വിവാഹത്തിൻ്റെ അഭിനന്ദതയെ വ്യക്തമാക്കാൻ ഈശോ പറഞ്ഞ വചനം. ചാപ്റ്റർ 10, പേജ് നമ്പർ 55. കാത്തോലിക്ക ലേഖനങ്ങൾ ഏതെല്ലാം? ഉപപാഠം. നല്ല കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ എഴുതുക. ക്രിസ്തു ശിഷ്യ നേടാനിരിക്കുന്ന 8 സൗഭാഗ്യങ്ങൾ. പേജ് നമ്പർ 81, ചാപ്റ്റർ 15. മനസാക്ഷി എന്നാൽ എന്ത്? ക്രിസ്തീയ മനസാക്ഷി രൂപീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. പേജ് നമ്പർ 76, ചാപ്റ്റർ 14. നന്നായി പഠിക്കുക. താങ്ക് യു.